വെൽക്കം ടു PG-Mech. PG-Mechന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5 മിനിറ്റ് കൊണ്ട് പരിചയപ്പെടാൻ പോകുന്നത് ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എർത്ത് മെറ്റൽസ്. ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബോറോൺ ഫാമിലി അല്ലെങ്കിൽ ബോറോൺ കുടുംബം. അതിന് പറയുന്ന പേരാണ് എർത്ത് മെറ്റൽസ്. 5 മിനിറ്റ് കൊണ്ട് ചെറിയൊരു കഥാരൂപേണ ഇത്തിരി ബുദ്ധിമുട്ടാണ് കഥയൊക്കെ പഠിക്കാൻ, ട്രിക്കാണ്. ഇതൊക്കെ പഠിച്ചു വയ്ച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മറക്കത്തില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പഠിച്ചു വയ്ക്കാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ ട്രിക്കുകൾ ഉപയോഗിക്കുന്നത്, കോഡ്. അപ്പോൾ ഓക്കെ, നമുക്ക് 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ നമ്മൾ പഠിച്ചു. എന്താണ്? ആൽക്കലി മെറ്റൽസ്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ പറയുന്ന പേരെന്താണ്? ബോറോൺ ഫാമിലി അല്ലെങ്കിൽ എർത്ത് മെറ്റൽസ്. ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്, എർത്ത് മെറ്റൽസ്. നമുക്ക് പീരിയോഡ് ടേബിളിലേക്ക് നോക്കാം. പീരിയോഡ് ടേബിൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ലംബമായിട്ട് വരയ്ക്കുന്നതിന് ഗ്രൂപ്പുകളൊന്നും, തിരശ്ചീനമായിട്ട് വരയ്ക്കുന്നതിന് എന്തെന്ന് പറയുന്നു? പീരീഡുകളെന്ന് പറയുന്നു. ഗ്രൂപ്പുകൾ 1ാം ഗ്രൂപ്പ്, 2ാം ഗ്രൂപ്പ്, അത് കഴിഞ്ഞാൽ 13 മുതൽ 18 വരെ 18 ഗ്രൂപ്പും 7 പീരീഡും ഉണ്ട്. 1ഉം 2ഉം അത് കഴിഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഒരേപോലെയാണ് ഇരിക്കുന്നത്. ബാക്കി 3 മുതൽ 12 വരെ ഒരേപോലെ ഇരിക്കുന്നു. അപ്പോൾ 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്. അതേപോലെ തന്നെ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾക്ക് പറയുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇത് എഴുതിയിട്ട് തന്നെ പറയുക. ഇതിങ്ങനെയൊക്കെ പഠിച്ചു പോയി കഴിഞ്ഞാൽ സമയം കൂടുതലെടുക്കും. നമുക്ക് ഈ ബോറോൺ ഫാമിലിയെക്കുറിച്ച്, ആൽക്കലൈൻ മെറ്റൽസും ആൽക്കലൈൻ എർത്ത് മെറ്റൽസും നമ്മൾ പഠിച്ചു, 1ഉം 2ഉം പഠിച്ചു. ഇനി ബോറോൺ ഫാമിലിയെക്കുറിച്ച് നമുക്കൊരു കോഡ് ഉപയോഗിച്ച് വേഗം പഠിക്കാം. ബോറോൺ ഫാമിലിയുടെ സംയോജകത അല്ലെങ്കിൽ വാലൻസി എത്രയെന്ന് കേട്ട് കഴിഞ്ഞാൽ 3 തന്നെ. 1ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി 1, 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി 2, 3ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി അല്ലെങ്കിൽ സംയോജകത 3 ആണ്. വാലൻസി എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആറ്റങ്ങളുടെ കഴിവിനെയാണ് വാലൻസി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ബോറോൺ ഫാമിലി. നമുക്ക് കഥയിലേക്ക് കടക്കാം. കടയിലേക്ക് ഒരു ബാഗ് വാങ്ങാൻ പോയ ഒരു ആൻറ്റിയുടെ കഥയാണ്. ആ കടയിൽ നിന്നും പയ്യൻ ബാഗ് എടുത്ത് കൊടുത്തു. അത്രയും മാത്രം ഓർമ്മിച്ച് വയ്ക്കുക. കടയിൽ ഒരു ബാഗ്, ആൽഗ എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗ് വാങ്ങാനാണ് പോയത്. ആൽഗ എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗ്, കമ്പനി ഓർമ്മിച്ച് വയ്ക്കുക, ആൽഗ. ആൽഗ എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗ് വാങ്ങാൻ പോയി. ബാഗ് ആ പയ്യൻ എടുത്ത് കൊടുത്തു. ഇത്രയും മാത്രം. ഇനി കഥയിലേക്ക് കടക്കാം. കറക്റ്റ് ഇത്രയും വേർഡ് മാത്രം ഓർമ്മിച്ചിരുന്നാൽ ബാഗ് ആൽഗ ഇതാ ആൻറ്റി, ബാഗ് ആൽഗ ഇതാ ആൻറ്റി, ബാഗ് ആൽഗ ഇതാ ആൻറ്റി. ഓക്കെ, ബാഗ് വാങ്ങിയ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ ഇട്ട് നോക്കും. ബാഗ് ഇട്ടു, BAGITU, ബാഗ് ഇട്ടു. 8, 18, 18, 32, 32. ഓക്കെ, ബാഗ്. ഈ ബാഗ് എന്ന് പറയുന്ന വേർഡും ബോറോണുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ബുദ്ധിമുട്ട്. ബാഗ് ബോറോൺ, ബി വന്നുകൊണ്ട് ബോറോൺ ആയിട്ട് എഴുതുക. ബാഗ് ബോറോൺ, ബോറോൺ. ഓക്കെ, ആൽഗ. ആൽഗയിൽ 2 മൂലകങ്ങളുണ്ട്. ആദ്യത്തേലും അവസാനത്തെയും 2 വേർഡിലും മാത്രമേ ഓരോ മൂലകങ്ങളുള്ളൂ. ബാക്കി 2 വേർഡ്സിലും 2 മൂലകങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. ആൽഗ, ആൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം, അലുമിനിയം. ഓക്കെ, ഗാലിയം, ഗാലിയം. ഇതാ ഇൻഡിയം, ഇൻഡിയം, ഇൻഡിയം. താലിയം, താലിയം. ആൻറ്റി, ആൻട്രിയം, ആൻട്രിയം. ഓക്കെ, ബാഗ്. ഞാൻ പറഞ്ഞ ബാഗും ബോറോണുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ബാഗ് ബോറോൺ, ആൽഗ അലുമിനിയം, ഗാലിയം, ഇതാ ഇൻഡിയം, താലിയം, ആൻറ്റി, ആൻട്രിയം. ഓക്കെ, ബാഗ് ആൽഗ ഇതാ ആൻറ്റി. അടുത്ത് ബാഗ് ഇട്ടു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബി. ബോറോണിന് വെറും ബി മാത്രം മതി. ആദ്യത്തെ മൂലവും അവസാനത്തെ മൂലവും തമ്മിൽ ചെറിയ ബന്ധമുണ്ട്. ആദ്യത്തെ മൂലകത്തിന് ഒരു വേർഡ് ഒരു മൂലകത്തിന് മാത്രമേ യൂസ് ചെയ്തു. അവസാനത്തെ ഒരു വേർഡ് ഒരു മൂലകത്തിന് മാത്രമേ യൂസ് ചെയ്തു. നടുക്കുള്ള 2 വേർഡും 4 മൂലകങ്ങൾക്കാണ് യൂസ് ചെയ്തത്. അങ്ങനെയൊക്കെ പഠിക്കുക. നടുക്കുള്ള ഒരു വേർഡിന് 2 മൂലകം യൂസ് ചെയ്തു. ഈ ഒരു വേർഡിന് 2 മൂലകം യൂസ് ചെയ്തു. ആദ്യത്തെ ഒരു വേർഡും അവസാനത്തെ ഒരു വേർഡും ഓരോ മൂലകങ്ങൾക്ക് യൂസ് ചെയ്യുന്ന പഠിക്കുക. അതുപോലെ ബാഗ് ഇട്ടു എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വേർഡും അവസാനത്തെ ഒരു വേർഡും തമ്മിൽ ഇതിലും ബന്ധമുണ്ട്. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ ബോറോൺ, ബി മാത്രമേ ഉള്ളൂ. അലുമിനിയത്തിന് എ കഴിഞ്ഞാൽ എല്ലും കൂടെ വരും. അത് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. AL ആദ്യം പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും ആയിട്ട് എഴുതുക. AL. ജി എന്നാണ് ഗാലിയം, GA, ഗാലിയം. ഇട്ടു, ഐ എന്ന് പറഞ്ഞാൽ ഇൻഡിയം, IN, ചെറിയ n. ഓക്കെ, സ്മാൾ n. ഇൻഡിയം. T, താലിയം,
എൽ, ക്യാപിറ്റൽ ലെറ്റർ ടി, സ്മാൾ ലെറ്റർ എൽ. ആൻഡ്രിയത്തിന് ഒരു ബന്ധമുണ്ട് യു യു ടി. ഇവിടുത്തെ ഒരു വേർഡ് ഇവിടെ താഴെ വന്നെന്ന് ഓർമ്മിച്ച യു യു ടി ആണ്. ആൻഡ്രിയം യു യു ടി. ആദ്യത്തെ മൂലകത്തിൻ്റെ പേരും അവസാനത്തെ മൂലകത്തിൻ്റെ പേരും ചെറിയ വ്യത്യാസമുണ്ട്. ബാക്കി എല്ലാ മൂലകത്തിനും 2 ലെറ്റേഴ്സ് വീതമുണ്ട്. ആദ്യത്തെ മൂലകത്തിന് 1 ലെറ്റർ ആണെങ്കിൽ അവസാനത്തെ മൂലകത്തിന് 3 ലെറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ആദ്യത്തെ വേർഡ് ഒരു മൂലകത്തിന് യൂസ് ചെയ്തു, അവസാനത്തെ വേർഡ് ഒരു മൂലകത്തിന് യൂസ് ചെയ്തു. ബാക്കി നടുക്കുള്ള 2 വേർഡും 2 മൂലകത്തിന് വീതം നമ്മൾ യൂസ് ചെയ്തു. അങ്ങനെയൊക്കെ മനസ്സിലാക്കി എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. അടുത്തിന് നമ്മൾ പഠിക്കാനുള്ള അറ്റോമിയ നമ്പറിൻ്റെ കാര്യമാണ്. അറ്റോമിയ നമ്പർ 8, 18, 18, 32, 32. നമ്മൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളും പഠിച്ചു. 8, 8, 2, 8, 2, 18, 1, 32. ഇത് 1, 8, 2, 18, 2, 32. കാരണം എന്ന് വെച്ചാൽ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും കഴിഞ്ഞ് ഇടയ്ക്കൊരു സംക്രമണ മൂലവും കഴിഞ്ഞിട്ടാണ് 13ാം ഗ്രൂപ്പ് വരുന്നത്. അതിൻ്റെ വ്യത്യാസമാണ് ഇവിടെ നമ്മൾ അനുഭവപ്പെടുന്നത്. ഏതൊക്കെയാണ്? 8, 2, 18, 2, 32. ഇത്രയും മാത്രം ഓർമ്മിച്ച് ഓടിക്കുക. ആദ്യം മുതൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈ 8, 18, 18, 32, 32 എങ്ങനെയെന്ന് മനസ്സിലാവും. ഓക്കെ. ബോറോൺ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറീലിയം, ബോറോൺ. ബോറോൺ 5. ബോറോൺ 5. ആദ്യം കാണുന്ന 8 അല്ലേ? 5നോട് 8 കൂട്ടുക. 8 കൂട്ടുമ്പോൾ എത്ര? 8, 5, 13. 13 അലുമിനിയമായി. വീണ്ടും 18 കൂട്ടുക. 13നോട് 18 കൂട്ടുമ്പോൾ 31 ആവും. 31 എന്താണ്? ഗാലിയം 31 ആണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 18 കൂട്ടുക. വീണ്ടും ഒരു 18 കൂട്ടുമ്പോൾ 31ഉം 18ഉം 49. 49 ഇൻഡിയം 49. പരീക്ഷയൊക്കെ ചിലപ്പോൾ ചോദിക്കും ഗാലിയത്തിൻ്റെ അറ്റോമിയ നമ്പർ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് എഴുതാൻ സാധിക്കും. അതേപോലെ തന്നെ അടുത്തിന് 32 ആണ്. 32 കൂട്ടുമ്പോഴാണ് താലിയം കിട്ടുന്നത്. 32. 49നോട് 32 കൂട്ടിയാൽ 81. 81 താലിയം. വീണ്ടും ഒരു 32 കൂടെ കൂട്ടുക. 32 കൂട്ടുമ്പോൾ ആൻഡ്രിയം കിട്ടും. ആൻഡ്രിയം എത്രയാണ്? 32 കൂടെ കൂട്ടുമ്പോൾ 81ഉം 32ഉം 113. 113 താലിയം. അപ്പോൾ ബോറോൺ ബി 5, അലുമിനിയം AL 13, ഗാലിയം GA 31, ഇൻഡിയം IN 49, താലിയം TI 81, ആൻഡ്രിയം UUT 113. എല്ലാ ഗ്രൂപ്പ് മൂലകങ്ങളെയും നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ മൂലകങ്ങളും എലമെൻസും നമുക്ക് മനക്കണക്കായിട്ടല്ലേ കാണാതെ നമ്മളെ മനസ്സിലുണ്ടാവും. ഓക്കെ. ബാഗ് ആൽഗ ഇതാ ആൻറ്റി ബാഗ് ഇട്ടു. 8, 18, 18, 32, 32. അതെങ്ങനെയാണ് ഇങ്ങനെ മാറിയെന്ന് മനസ്സിലായല്ലോ. എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗുണമുണ്ടാകും. മത്സര പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 1ാം ഗ്രൂപ്പ് മൂലകങ്ങളും 2ാം ഗ്രൂപ്പ് മൂലകങ്ങളും ഈ ക്ലാസ്സിന് ശേഷം കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ഇതിനിടയ്ക്ക് തന്നെ ചോദിക്കാം അലുമിനിയത്തിൻ്റെ അറ്റോമിയ നമ്പർ എത്രയെന്നൊക്കെ ചോദിക്കാം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മുൻകാല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതേപോലെ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. 5 മിനിറ്റിനകത്ത് എഴുതി തന്നെ പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഈ രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറക്കുക. അതാണ് കോഡെന്ന് പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന് ശേഷമുള്ള 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും.